മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കോഴിക്കോട് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ കോഴിക്കോട് വേങ്ങേരി സ്വദേശികളെ പോലീസ് മർദ്ദിച്ചു എന്ന പരാതി, തന്നെയും സഹോദരനെയും മർദ്ദിച്ചു എന്ന് ആരോപിച്ച മുഹമ്മദ് മുസ്തഫയാണ് ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറിൽ പരാതി നൽകിയിരിക്കുന്നത്. മർദ്ദനത്തിൽ മുസ്തഫയുടെ സഹോദരൻ മുനീഫിന്റെ ചെവിയിൽ നിന്ന് രക്തം വന്നുവെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 2024 ഒക്ടോബറിലാണ് ഈ സംഭവം നടന്നത്. ഇരുചക്ര വാഹനവുമായി ഉരസേതുവുമായി ബന്ധപ്പെട്ടാണ് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ എത്തിയതെന്നാണ് മുസ്തഫ പറയുന്നത്. പ്രതികരണത്തിലേക്ക്. കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു സ്കൂട്ടർ ചെറുതായിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു ആളത് കുറച്ച് തർക്കമായപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് അത് കംപ്ലയിൻറ്റ് പറയാൻ പോയതാണ്. പോലീസുകാർ കംപ്ലയിൻറ്റ് എഴുതി വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ വന്ന്, അപ്പോൾ ഞങ്ങൾ അതിന് ചെറിയ പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അത് പക്ഷേ ഈ പുള്ളിക്കാരനെ സമ്മതിക്കുന്നില്ല, പോലീസുകാരനും പറയുന്നില്ല ഇത് വാഹനം ഇടിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു. കാരണം അവിടെ വെറുതെ പാടുകളൊക്കെ ഉണ്ട്, എന്നിട്ട് പോലും ഇല്ല, ഞങ്ങൾ വെറുതെ പറയുകയാണ്, അങ്ങനെ ഇങ്ങനെ കുറച്ച് ഒരു ആരോപണങ്ങൾ പറയും വെറുതെ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തു. ഇതിൽ ആ കോമ്പൗണ്ടിൽ നിന്ന്, പോലീസിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ആകെ പിന്നെ അവിടെ ആ സെക്കൻഡുകൾ പുള്ളി അവിടുത്തെ ഇത് മാറി. അപ്പോൾ ഫുള്ള് അവരെല്ലാം പോലീസ് പിടിച്ച് വെച്ച് പിന്നെ എല്ലാവരും കൂട്ടമായിട്ട് വന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ അതിനുള്ള സെല്ലിനുള്ളിലല്ല ഫ്രണ്ടിൽ വെച്ച് അടിക്കലായിരുന്നു. കാരണം ഓരോ പോലീസുകാരും അവിടെ ഒരു 5-6 പോലീസുകാരെങ്കിലും മേത്ത് കൈ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മർദ്ദിച്ചോ? നന്നായിട്ട് മർദ്ദിച്ചു വെച്ചാൽ മുഖത്തും തലക്കും ഒക്കെ ഒരു അധികം മാരകമല്ലാത്ത തന്നെ അങ്ങനെ അടിക്കുക. അപ്പോൾ എൻ്റെ അനിയന് ഉണ്ടായിരുന്നു. അനിയന് കാണിച്ചപ്പോൾ ചുവട്ടിൽ അന്ന് ചോര വന്നു, ഒരു പൈപ്പ് ഉണ്ടായിരുന്നു ചുവട്ടിൽ. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇതിപ്പോൾ പോലീസിനെതിരെ, കേരള പോലീസിനെതിരെ പരാതി പ്രളയമാണ്. പന്നിയങ്കരയിൽ എന്താണ് സംഭവിച്ചത്? ആര്യ, കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. അതായത് ഈ പരാതിക്കാരനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫയും സഹോദരനും കൂടെ അവരുടെ കാറിൽ റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ബ്ലോക്കിൽ ഒരു ഇരുചക്ര വാഹനവുമായിട്ട് ഒരു സ്ഥിരമായിപ്പെട്ടവരുടെ ഒപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഇതേ തുടർന്ന് ട്രാഫിക് പോലീസാണ് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പറയുന്നത്. അതേ തുടർന്നാണ് മുസ്തഫ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അവിടെ എത്തി ഈ ഇരുചക്ര വാഹനം ഓടിച്ചിരുന്നയാളും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുചക്ര വാഹനക്കാരന്റെ സംസാരിക്കുന്നു എന്ന് ആ സമയത്ത് തന്നെ ഈ മുസ്തഫ ആരോപിക്കുന്നുണ്ട്. അത് ചോദ്യം ചെയ്തതോടെയാണ് മുസ്തഫക്കെതിരെ വലിയ രീതിയിൽ പ്രകോപനപരമായിട്ട് പോലീസ് പെരുമാറുന്നത്. ഇത് ആ സമയത്ത് തന്നെ മുസ്തഫ പോലീസ് സ്റ്റേഷനിൽ തന്റെ മൊബൈലിൽ ഈ വീഡിയോ പെരുമാറ്റത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഇത് വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായതോടെ മുസ്തഫയെയും അതുപോലെ തന്നെ സഹോദരനെയും പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറ്റി എന്നാണ് ആരോപണം. പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറ്റി, സെല്ലിന്റെ ഭാഗത്ത് വെച്ച്, സെല്ലിന്റെ അകത്തേക്ക് കയറ്റിയിട്ടില്ല. വിവരങ്ങൾ നൽകിയത്.